നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 10ൻ്റെ റിവിഷൻ ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക. ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ കഴിയും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോസ് ആയിരിക്കും ഇനി നൽകുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്നത് സബ്സേ ബഡാ ഷോമാനാണ്. അപ്പോൾ അതിലെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ചാർലിയുടെ അമ്മയുടെ കഥയാണ്. ചാർലിയുടെ അമ്മ പാട്ടുകാരിയായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് ഒരിക്കൽ എന്ത് ചെയ്തു, അമ്മയുടെ ശബ്ദം ഇടറുന്നു. അപ്പോൾ ആ അവസരത്തിൽ സ്റ്റേജിൽ നിന്ന് അമ്മയ്ക്ക് മാറേണ്ടി വരുന്നു. അപ്പോൾ പകരം മാനേജർ എന്ത് ചെയ്തു, ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ചാർലി അന്ന് അവിടെ ആ സ്റ്റേജിൽ നടത്തിയ പെർഫോമൻസും അമ്മയ്ക്കുണ്ടായ സന്തോഷവുമാണ് ആ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഇസ് അഭദ്ര शोर ने माँ को स्टेज से हटने को मजबूर कर दिया. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. माँ और मैनेजर में बहस होते देख वह वहाँ गया. അപ്പോൾ അവിടെ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അമ്മയ്ക്ക് അവിടെ സ്റ്റേജിൽ നിന്ന് മാറേണ്ടി വന്നു, അമ്മയുടെ ശബ്ദം ഇടറിയത് കൊണ്ട്. ചാർലിക്കോ വഹ അക്സർ അപ്പനെ സാത്ത് തിയേറ്ററിൽ ജാത്തി. സാധാരണ അമ്മ തിയേറ്ററിൽ പോകുന്ന സമയത്തൊക്കെ ചാർലിയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ഭി पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. അന്നത്തെ പ്രോഗ്രാം ദിവസവും ചാർലി അവിടെ നിന്ന് ആ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാ ഒരു മാനേജർമേ ബഹസ് ഹോത്തേ ദേക്ക് വഹാ ഗയ. ആ സമയത്താണ് അമ്മയും മാനേജറും തമ്മിൽ അവിടെ വഴക്ക് കൂടുന്നത് കണ്ടത്. അപ്പോൾ ഇതാണ് സന്ദർഭം. അപ്പോൾ ഈ പാഠത്തിന് ഏത് സന്ദർഭം വേണം ചോദിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുജെ ബാരിഷ് മേ ചലന പസന്ത് ഹെ. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്. ആസു ജോ നഹി ദേക്കാ പാതാ കോയി. അപ്പോൾ മഴയത്ത് നടക്കുമ്പോൾ കണ്ണുനീരാരും കാണാറില്ല. കാരണം മഴയുടെ വെള്ളവും കണ്ണുനീരിൻ്റെ വെള്ളവും ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. യഹ് കിസ്കാ കഥൻ ഹെ. ഇത് പറഞ്ഞ ആരാണ്? ചാർലി ചാപ്ലിൻ. ആവാസ് ഫഡ്ജാനിക്ക് കാരണം മാക്കോ സ്റ്റേജ് സെ ഹട്ട്നാ പട. ശബ്ദം ഇടറിയത് കാരണം അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് മാറേണ്ടി വന്നു. തബ് മാ ഓർ മാനേജർക്ക് ബീച്ച് ഹുയെ വാർത്താലാപ്കോ ആകെ ബഡായെ. അപ്പോൾ അമ്മയും മാനേജറും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വായിക്കാം. അപ്പോൾ അമ്മയും മാനേജറും തമ്മിലുള്ള സംഭാഷണമാണ്. മാ അരേ പതാ നഹി മാ ഗാ നഹി സക്തി മേ ഗാ നഹി സക്തി. അപ്പോൾ അമ്മ പറയണ അരേ പതാ നഹി, എനിക്ക് അറിയില്ല, മേ ഗാ നഹി സക്തി, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. അപ്പോൾ മാനേജർ ചോദിക്കുകയാണ് ക്യാ ഹുവാ, എന്ത് പറ്റി? അപ്പോൾ അമ്മ പറയണ ഗലേമേ കുച്ച്, തൊണ്ടയ്ക്ക് എന്തോ പറ്റി. മാനേജർ അബ് ക്യാ കരേങ്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോക് ചില്ലാ രഹേ ഹെ, ആളുകൾ നിലവിളിക്കുന്നു. കുച്ച് കരോന, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം അമ്മ പറയണ ഹാ പർ ആവാസ് തോ ഫട്ട് ഗയി ഹെ, അതെ പക്ഷേ സൗണ്ട് ഇടറുന്നു. അപ്പം മാനേജർ പറയണ തോ ചലോ ചാർലിക്കോ സ്റ്റേജ് പർ ഭേജ് ദോ, എന്നാൽ പിന്നെ കാര്യം ചെയ്യുക, ചാർലി സ്റ്റേജിലേക്ക് അയക്കുക. അപ്പം അമ്മ എന്താ പറയുന്നത്? നഹി നഹി വഹ് ബച്ചാ ഹെ, വേണ്ട വേണ്ട, അവൻ കുഞ്ഞാണ്. മാനേജർ തുമാരെ ദോസ്തോ കെ സാമനെ അഭിനയ കർത്തെ ദേക്കാ ഹെ ഉസെ. അപ്പം മാനേജർ പറയാണ് മേ തുമാരെ ദോസ്തോ കെ സാമനെ അഭിനയ കർത്തെ ദേക്കാ ഹെ ഉസെ, ഞാൻ നിൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം അഭിനയിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ പറയണ നഹി വഹ് ഇസ് ഉഗ്ര ഭീഡ് കോ ചേ നഹി പായേക, വേണ്ട, അവനെ കൊണ്ട് ഇത്രയും വലിയ തിരക്ക് നേരിടാൻ കഴിയില്ല. അപ്പം മാനേജർ പറയണ ഉസേ ഫേജിനായി പോക, എന്തായാലും മോനെ സ്റ്റേജിലേക്ക് അയച്ചാലേ കഴിയുള്ളൂ. അപ്പം ആ പറയണ ടീക്ക്. അപ്പം അമ്മ സമ്മതിച്ചു. അപ്പോൾ അതാണ് അവിടെ തമ്മിലുള്ള സംഭാഷണം. ഒരിക്കലും വായിക്കാം. മാ അരേ പതാ നഹി മേ ഗാ നഹി സക്തി, ക്യാ ഹുവാ ഗലേ മേ കുച്ച്, अब क्या करेंगे, लोग चिल्ला रहे हैं, कुछ करो ना. हाँ पर आवाज़ तो फट गई है, तो चार्ली को स्टेज पर भेज दो. नहीं नहीं वह बच्चा है, तुम्हारे दोस्तों के सामने अभिनय करते देखा है उसे. नहीं वह इस उग्र भीड़ को छे नहीं पाएगा, उसे भेजना ही होगा. ठीक है. അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ. അപ്പോൾ 4 മാർക്കിന് ചോദിക്കും. ഈ ഡയലോഗ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്നത് പിരമിഡാണ്. പിരമിഡിൻ്റെ പോയിൻ്റ് 2 കൊടുത്തിരിക്കും. ബാക്കി 2 പോയിൻ്റ് വേണം എഴുതേണ്ടത്. ചാർലിനെ ഗാന ശുरू किया, चार्ली ने गीत गाना शुरू किया, चार्ली ने मशहूर गीत गाना शुरू किया, चार्ली ने मशहूर गीत ജാക്ക് ജോൺസ് ഗാന शुरू किया. അപ്പം മാച്ച് ദ ഫോളോയിങ്ങും അതുപോലെ തന്നെ പിരമിഡിനൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കി പഠിക്കുക. അടുത്ത് മാ ഗാനേ ലഗി. 5ാമത്തത് നക്കൽ ഉത്താരണ എന്ന് വെച്ചാൽ അനുകരണം കർണ, ബുദ്ബുദ്ധി ഫൈലാന ഉല്ലസിത് കർണ, താരീഫ് കർണ പ്രശംസ കർണ. അടുത്ത് വരുന്നത്
അപ്പോൾ ഇതിൽ മഷൂർ ഗീത് ഇസ്മേ നിഹിത് വിശേഷ മഷൂറാണ്. ഇനി സഹി വാക്യാണ് ചാർലി. അടുത്ത് വരുന്നത് മഷൂർ ഗീത് ഇസ്മേ നിഹിത് വിശേഷ മഷൂറാണ്. ഇനി ശരിയായ പ്രസ്താവനയാണ് ചാർലി ഗീത് ഗാനെ ലഗി. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. अप्रैल 16 चार्ली के जन्मदिन के अवसर पर आपके स्कूल में चार्ली की फिल्मों का प्रदर्शन होने वाला है. इसके लिए एक പോസ്റ്റർ. അപ്പോൾ അതിനെക്കുറിച്ചൊരു പോസ്റ്റർ 10ാമത്തെയാണ്, ഇടയ്ക്കുള്ള വിട്ടത് വായിച്ചില്ല. ഇപ്പോൾ പോസ്റ്റർ വരുന്നത് सरकारी हायर सेकेंडरी स्कूल चार्ली चैप्लिन की फिल्मों का प्रदर्शन तारीफ 16, 16, 4 जनवरी, फरवरी, मार्च, अप्रैल 21 से 28 अप्रैल 21 तक. फिल्मों के नाम दी सर्कस, दी किट, सिटी लाइट्स, स्थान स्कूल सभागृह, समय सुबह 10 बजे. सबका स्वागत. അപ്പോൾ പോസ്റ്ററൊക്കെ നന്നായി പഠിച്ചിട്ട് പോകും കേട്ടോ. അടുത്ത് നമ്മൾ 6ാമത്തത് വായിച്ചില്ലായിരുന്നു, 6ാമത്തെ വായിക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഫോട്ടോസ് എല്ലാം തിരിഞ്ഞ് മറന്നു കേട്ടോ. 6ാമത്തത് ഗാന അഫി ആദാ ഹി ഹുവാ താ കി സ്റ്റേജ് पर पैसों की बौछार शुरू हो गई. അപ്പോൾ പാട്ട് പകുതി ആയതേ ഉള്ളൂ. ചാർലിനെ ഗാന രോക് ദിയ. ചാർലി എന്ത് ചെയ്തു, പാട്ട് പാടുന്നത് മതിയാക്കി. और घोषणा की पहले मैं पैसे बटूरूंगा और उसके बाद ही गाऊंगा. ആദ്യം ഞാൻ പൈസ കളക്ട് ചെയ്തിട്ട് അതിനുശേഷം പാടാം. അപ്പോൾ इस बात ने हॉल को हंसीदार में तब्दील कर दिया. അപ്പോൾ ഈ ഒരു ഡയലോഗ് തന്നെ ആ സ്റ്റേജ് മുഴുവൻ എന്ത് ചെയ്തു, എല്ലാവരെയും കോമഡിയിലാക്കി, എല്ലാവരെയും ചിരിക്കാൻ തുടങ്ങി. इस घटना के बारे में चार्ली की माँ ने अपनी डायरी में लिखता है. അപ്പോൾ അന്നത്തെ ഡയറിയെക്കുറിച്ചാണ് ചാർലിയുടെ അമ്മ എഴുതുന്നത്. അപ്പോൾ ഈ സന്ദർഭം വന്നിട്ട് ഡയറി എഴുതാൻ ചോദിക്കുക. അപ്പോൾ ഡേറ്റ് കൊടുക്കുക. ആജ് ഏക്ക് വിശേഷ ദിൻ था. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു. ആജ് സ്റ്റേജ് पर गाते वक्त मेरी आवाज़ फटकर फुसफुसाहट में तब्दील हो गई. എൻ്റെ ശബ്ദം എന്ത് ചെയ്തു, ഇടറിപ്പോയി. लोग शोर मचाने लगे. लोग क्या करने लगे, शोर मचाने. സ്റ്റേജ് से हटने को मैं मजबूर हो गई. എനിക്ക് സ്റ്റേജിൽ നിന്ന് മാറേണ്ടി വന്നു. बदले में चार्ली को स्टेज पर भेज दिया. പകരം എന്ത് ചെയ്തു, ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. और घोषणा की पैसे बटोरने के बाद ही गाऊंगा. എന്നിട്ട് പറയാണ്, പൈസ ഞാൻ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ പാടത്തുള്ളൂ. इस बात ने हॉल को हंसीदार में तब्दील कर दिया. അപ്പോൾ ഈ ഒരു ഡയലോഗ് അവിടെ മുഴുവൻ എന്ത് ചെയ്തു, എല്ലാവരെയും ചിരിപ്പിച്ചു. उसने दर्शकों से बातचीत की, नृत्य किया और कई गायकों की नकल उतार दी. അങ്ങനെ ചാർലി എന്ത് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു, നൃത്തം ചെയ്തു, പാട്ടുപാടി പ്രശസ്തരായ ഗായകന്മാരെ അനുകരിച്ചു. लोगों में ठहाकों की हिस्सेदारी हुई. ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. अंत में जब मैं उसे लेने आई तो कई लोगों ने मुझसे हाथ मिलाकर उसकी तारीफ की. അപ്പോൾ लोगों ने क्या किया, हाथ मिलाकर तारीफ की. आज मैं बहुत खुश हूँ. ഞാൻ വളരെ ഹാപ്പിയാണ്. मेरे लिए यह अविस्मरणीय दिन है. ഇതെനിക്കിന്ന് അവിസ്മരണീയമായ ദിവസമാണ്. और मेरे बेटे का भी, എൻ്റെ മകനും. ഒരിക്കലും വായിക്കാൻ നോക്കിയോ. ആജ് ഏക്ക് വിശേഷ ദിൻ था. आज स्टेज पर गाते वक्त मेरी आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोग शोर मचाने लगे. स्टेज से हटने को मैं मजबूर हो गई. बदले में चार्ली को स्टेज पर भेज दिया. चार्ली गीत गाने लगा तो स्टेज पर पैसों की बौछार शुरू हो गई. चार्ली ने गाना रोक दिया और घोषणा की पैसे बटोरने के बाद ही गाऊंगा. इस बात ने हॉल को हंसीदार में तब्दील कर दिया. उसने दर्शकों से बातचीत की, नृत्य किया और कई गायकों की नकल उतार दी. लोगों में ठहाकों की हिस्सेदारी हुई. अंत में जब मैं उसे लेने आई तो कई लोगों ने मुझसे हाथ मिलाकर उसकी तारीफ की. आज मैं बहुत खुश हूँ. मेरे लिए अविस्मरणीय दिन है और मेरे बेटे का भी. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. दुनिया के सबसे बड़े शोमैन का यह पहला शो था. इस घटना पर एक रिपोर्ट. ഇതൊരു റിപ്പോർട്ടായിട്ട് വരികയാണ്. फैलादी गुदगुदा 5 साल के बच्चे ने. ന്യൂയോർക്ക്. 5 साल के बच्चे ने कमाल कर दिया. 5 വയസ്സുള്ള കുട്ടി എല്ലാവരെയും അതിശയിപ്പിച്ചു. चार्ली है उस बच्चे का नाम. उस बच्चे का नाम क्या है, चार्ली. अपनी माँ की आवाज़ फटने के कारण ही चार्ली സ്റ്റേജ് पर आया. അപ്പം അമ്മയുടെ ശബ്ദം ഇടറിയത് കാരണമാണ് ചാർലി സ്റ്റേജിലേക്ക് വന്നത്. उसने मशहूर गीत जैक जोन्स गाया तो स्टेज पर पैसों की बौछार शुरू हो गई. बाद में उसने दर्शकों से बातचीत की, नृत्य किया और अपने माँ सहित कई गायकों की भी नकल उतार दी. उसने जनता में गुदगुदा फैला दी. चार्ली दुनिया के सबसे बड़ा शोमैन बन गया. इसमें कोई शंका नहीं है. അപ്പോൾ ഇതൊരു പത്രവാർത്തയാണ്.
അപ്പോൾ ആ പത്രവാർത്ത എഴുതുമ്പോൾ ഹെഡിങ് കൊടുക്കുക, പിന്നെ സ്ഥലത്തിൻ്റെ പേര്, പിന്നെ എന്താണ് പ്രത്യേകത അത് എഴുതുക. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഫൈലാദി ഗുദ്ഗുദി 5 साल के बच्चे ने न्यूयॉर्क 5 साल के बच्चे ने कमाल कर दिया। चार्ली है उस बच्चा का नाम। अपनी माँ की आवाज़ फटने के कारण ही चार्ली स्टेज पर आया। उसने मशहूर गीत जैक जोन्स गाया तो स्टेज पर पैसों की बौछार शुरू हो गई। बाद में उसने दर्शकों से बातचीत की, नृत्य किया और अपनी माँ सहित कई गायकों की ही नकल उतार दी। उसने जनता में गुदगुदा फैला दी। चार्ली दुनिया के सबसे बड़ा शोमैन बन जाएगा, इसमें कोई शंका नहीं. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ നോട്ട് ബുക്കിലോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ആർക്കെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു 3 ദിവസത്തെ ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. 9400773625 വിളിച്ചാൽ മതി. ഇത് ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് എല്ലാ ജില്ലയിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.